തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകി മുഖ്യമന്ത്രി. കുട്ടനാട്ടിലെ നവകേരള സദസ്സിലെ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയുണ്ട്. അത് കോടതിയിൽ പോയി പരാജയപ്പെട്ടപ്പോൾ അതേ വാദങ്ങൾ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച് അത് വലിയ പ്രാധാന്യത്തോടെ ചില മാധ്യമങ്ങളും നൽകുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. അതായത് ഉന്നയിച്ചവർക്കും ഈ രീതിയിൽ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കുമെല്ലാം ഏകീകൃത മനസ്സാണെന്നർത്ഥം. കോടതിയിൽ പരാജയപ്പെട്ട കേസിൽ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിലും ഉന്നയിച്ചത്. ഉന്നയിച്ചയാൾക്കും മാധ്യമങ്ങൾക്കും ഒരേ മനസ്സാണെന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി വ്യക്തമാക്കി. UDF കാലത്താണ് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത്. തോട്ടപ്പള്ളിയിൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനമായ KMML-നാണ് അനുമതി നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. ആ മണൽ നീക്കം ചെയ്യാൻ ആദ്യം ആലോചിച്ചത് UDF കാലത്താണ്. മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയ ഒരു പ്രതീതി ഏതോ സ്വകാര്യ കമ്പനികൾക്ക് ഇതിൻ്റെ ഭാഗമായി മണൽ നൽകുന്നുവെന്നാണ്. പക്ഷേ ഒരു സ്വകാര്യ കമ്പനിക്കും ഇവിടെ നിന്ന് എടുക്കുന്ന മണൽ നൽകുന്നില്ല. തോട്ടപ്പള്ളി സ്പിൽവേയിൽ മാത്യു കുഴൽനാടൻ്റേത് ഉണ്ടയില്ല വെടിയെന്ന് പറഞ്ഞ മന്ത്രി P. രാജീവ് ഒരു വോട്ടിന് തോറ്റയാളെ വീണ്ടും വാദിച്ച് 3 വോട്ടിന് തോൽപ്പിക്കുന്ന വക്കീലന്മാർ മാത്രമേ ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുമെന്നും പരിഹസിച്ചു. സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞു അതിൻ്റെ സ്പിൽവേയുടെ വീതി കൂട്ടണം, മണൽ മാറ്റിക്കൊണ്ടേയിരിക്കണം. IIT പറഞ്ഞു പ്രളയത്തിന് ശേഷം IIT ചെന്നൈ പഠനം നടത്തിയിട്ട് പറഞ്ഞു ഇവൻ്റെ വീതി കൂട്ടണം. സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞു ഇവൻ്റെ വീതി കൂട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണൽ മാറ്റും അതിനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനെതിരെ ചിലർ കേസ് പോയി. ആ കേസ് ഞാൻ നോക്കിയപ്പോൾ കോടതി തള്ളി. തോട്ടപ്പള്ളിയിൽ മണൽ വാരരുത് എന്ന് പറഞ്ഞ് കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളിയപ്പോൾ തോറ്റ കേസ് വാദിച്ച വക്കീലിൻ്റെ പേര് വായിക്കണില്ല. ഇന്ന് വെടി പൊട്ടിച്ച അതേ ആളാണ്. ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നയാള് 2020 ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ഒരു വോട്ടിന് തോറ്റ ആളെ രണ്ടാമത് വാദിച്ച് വീണ്ടും 2 വോട്ട് 3 വോട്ടിന് തോൽപ്പിക്കാൻ പറ്റുന്ന വൈദഗ്ധ്യമുള്ള വക്കീലൊക്കെ ആകുമ്പോഴാണ് ഈ കേസായിട്ട് ഇറങ്ങുള്ളൂ. പ്രളയജലം കടലിലേക്ക് ഒഴുക്കാൻ മണ്ണ് നീക്കണമെന്ന വിവിധ പഠനങ്ങളുണ്ടെന്നും മണ്ണ് നീക്കിയതിൻ്റെ ഫലമായി കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് നിയന്ത്രണമുണ്ടായതായി തെളിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.